പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നത് പെരുന്നാളിൻ്റെ സൂക്ഷ കണ്ടതുകൊണ്ടും പിന്നെ അതിനെക്കുറിച്ച് പറയാനും പിന്നെ കല്ലറങ്ങാട്ട പിതാവ്, അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പുരോഹിത വർഗം ഒന്നും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് പഴയ കാലത്തും പുതിയ നിയമത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒന്നും നോക്കാതെ, ബൈബിളിൻ്റെ വചനത്തെ ഒന്നും കയ്യിലെടുക്കാതെ അവരുടെ ഇഷ്ടത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. കല്ലറങ്ങാട്ട് പിതാവ്, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത്, ഈ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്? അപ്പോഴും കല്ലറങ്ങാട്ട് പിതാവ് എവിടെയാ? സോഷ്യൽ മീഡിയയിലാണ് വന്നിരിക്കുന്നത്. കല്ലറങ്ങാട്ട് പിതാവ് ആരെക്കുറിച്ചാണ് പറയുന്നത്? കള്ളനെ നീതിമാനാക്കുക. ഓട്ടോസഭയെക്കുറിച്ച് പറയുന്നത് മാർത്തോമ്മ ശ്ലീഹായുടെ ശ്രൈയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന മലങ്കര സഭ വിശുദ്ധമായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു സഭയാണ്. ദൈവത്തിൻ്റെ നല്ല ദൈവവചനം പരിചയമുള്ള പിതാക്കന്മാർ, ദൈവശാസ്ത്രജ്ഞന്മാരും ആണ് സഭയിലുള്ളത്. നല്ലത്. കാരണം 4-5 ഡോക്ടറേറ്റും അവർ രാഷ്ട്രീയത്തിൽ വാഴക്കൊല വിറ്റ് ഡോക്ടറേറ്റ് എടുത്തവരുണ്ട്, വീട് തല വെച്ചുകൊണ്ട് പോയി ഡോക്ടറേറ്റ് എടുത്തുണ്ട്. അതുപോലെയാണ് ഇതും. ദൈവശാസ്ത്രജ്ഞർ ബന്ധമുണ്ട്. എന്തുവായി ഇവരുടെ ഈ പുരോഹിതവർക്കും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അവരെ കാണിക്കുകയും അവരത് ഫോളോ ചെയ്യാനും അവരെ കൊണ്ടു നടക്കുന്നു. ഇത് ദൈവത്തിൻ്റെ കാര്യം ബന്ധം പറയുന്നുണ്ടോ? കുരിശടി, കൽക്കുരിശ്, കൂതാശ, കുരുത്തോല കത്തിക്ക്, അഗ്നിജ്വാല സൂക്ഷ, കൊടിമരത്തിൻ്റെ ചുവട്ടിൽ പ്രാർത്ഥന. ഇനിയിപ്പം സാധാരണക്കാർക്ക് ദേവാലയത്തിൽ വരെ പോകാൻ സമയമില്ലെങ്കിൽ അടുത്തുള്ള കൊടിമരത്തിൻ്റെ ചുവട്ടി മുട്ടും കുത്തി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. വേണമെങ്കിൽ ഒരു കൊടി കൂടെ അങ്ങ് ഉയർത്തിക്കും, അതിന് പ്രശ്നമൊന്നുമില്ല. അതിന് പുരോഹിതം വരും, അവന് 10,000-1500 കൊടുത്താൽ മതി. അവൻ്റെ കൊടി ഉയർത്തിയതും കൊടി എന്തിനാണെന്നുള്ളത് പോലും അത് ഒന്ന് വിശദീകരിച്ച് തരാൻ ഈ കുണം പിടിക്കാത്തവന്മാർക്ക് അറിയിച്ചില്ല. കൊടി എന്തിനാണ്? ഒരു അടയാളം, അതായത് ആ ദേവാലയത്തിൽ എന്തോ വിശേഷം നടക്കുന്നു, അതിനു വേണ്ടി ഒരു കൊടി ഉയർത്തുന്നു. യുദ്ധം നടക്കുന്നിടത്ത് വെള്ളക്കൊടി എന്തിനാണ് ഉയർത്തുന്നത്? ഞങ്ങൾ യുദ്ധം നിർത്താൻ ഒരടയാളം. നീ പോട്ടെ, ഞാനിതൊന്നും കൂടുതൽ പറയുന്നില്ല. ഏതായാലും കൂടെ പെരുന്നാൾ യേശു സ്നാനമേറ്റതിനെ നമ്മൾ കൊണ്ടാടുകയാണ്. അതായത് യേശു എന്തിന് സ്നാനമേറ്റു എന്ന് ആദ്യം ഒന്നും നിങ്ങൾ പറഞ്ഞതാ. എന്തിനു വേണ്ടിയാണ് സ്നാനമേറ്റത്? വചനം പൂർത്തിയാകാൻ വേണ്ടി മാത്രമാണോ? അല്ല, അതിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. അത് പറഞ്ഞതാ. വെള്ളത്തിനാലും ആത്മാവിനാലും സ്നാനം ഏൽക്കണമെന്ന് പറയുന്നു, ഏൽക്കുന്നു. അതെന്തിനൊക്കെയാണെന്നുള്ളത് ഈ പുരോഹിത വർഗത്തിന് വല്ലോ ഒന്ന് പറഞ്ഞു തരാമോ? യേശു ലോകത്തിൽ മനുഷ്യനായിട്ടാണ് ജനിച്ചത്. അതെന്തിനു വേണ്ടി? ഒരു മനുഷ്യനായിട്ട് ജനിച്ചില്ല എങ്കിൽ ക്രൂശിക്കാൻ ആർക്കും സാധിക്കത്തില്ല. അപ്പോൾ ബലഹീനായ ഒരു മനുഷ്യനായിട്ട് അവതരിച്ചു, ജനിച്ചു സ്ത്രീയിൽ നിന്ന്. ആ സ്ത്രീയിൽ നിന്ന് ജനിച്ച പാപം, അതായത് ജന്മപാപം കഴുകിക്കളയാനായിട്ടാണ് ശരീരമാണ് യേശുവിൻ്റെ കഴുകിയത്. അവിടുന്നാണ് സ്വർഗ്ഗം തുറന്ന് പരിശുദ്ധാത്മാവ് വന്നത്. യേശുവിൻ്റെ ഹൃദയം നമ്മളിലും നമ്മുടെ ഹൃദയം യേശുവിലും ആയിരിക്കണം.
ആ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ യേശു വസിക്കണം. എങ്കിലേ ആ ദൈവം നമ്മളെ വഴി നടത്തത്തുള്ളൂ. ഈ കള്ളപുരോഹിത വർഗങ്ങൾ ഇന്ന് കാണിക്കുന്ന കോമാളിത്തരങ്ങളെല്ലാം മനുഷ്യരെ വിഡ്ഢിയാക്കാൻ വേണ്ടി ഓരോ കോമാളിത്തരങ്ങൾ കാണിക്കുന്നു. ഈ പുരോഹിത വർഗത്തിൻ്റെ കള്ളക്കളി പറഞ്ഞത് കള്ളൻ പറഞ്ഞത്. ഈ പുരോഹിത വർഗം എന്തിനാ മീറ്റിംഗ് കൂടുന്നത് എപ്പോഴും? മിക്കാസുലോദോസ് അത് എവിടുന്ന് ബൈബിളിലുള്ളതാണോ? പോട്ടെ, ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള? നിങ്ങൾ കൂട്ടം കൂടി ആലോചിക്കുന്നത് വിശ്വാസികളെ എങ്ങനെ വഞ്ചിച്ച് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി എങ്ങനെ അവരെ അണ്ടറാക്കി കൊണ്ടുവന്ന് ദിവസവും ഏതൊക്കെ കാര്യങ്ങൾ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ കീഴിൽ നിർത്താം. അവർ ബൈബിൾ വായിച്ച് അവർ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാൽ നിങ്ങൾ ഇവരുടെ പുറകെ പോകത്തില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും അവർ ബൈബിൾ മുഴുവനും വായിക്കാനായിട്ട് മനുഷ്യരെ അനുവദിക്കത്തില്ല. കാരണം ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ തന്നെ ഏത് വേദഭാഗം വായിക്കണമെന്ന് സഭ നിഷ്കർഷിച്ചിട്ടുണ്ടായിരിക്കും. ആ വേദഭാഗമേ ആ ആഴ്ചയിലെ പ്രാർത്ഥനാ യോഗത്തിൽ വായിക്കാനൊക്കത്തുള്ളൂ. അത് വായിച്ചുകൊണ്ടെന്താ പ്രയോജനം? പ്രസംഗിക്കാൻ വരുന്നവൻ കള്ളനും കൊള്ളക്കാരനുമാ. അവൻ്റെ വായിത്തൊന്നും എടുത്തു പറയും. എന്നാൽ ഈ വായിച്ച വചനത്തിൽ ഏതൊരു ഭാഗം എടുത്തിട്ട് അതിനെ വിശദീകരിക്കുകയോ ഇല്ല. പിന്നെ ഒരു സങ്കീർത്തനം എടുത്തിട്ട് ഒരുത്തൻ വായിച്ചു കൊടുക്കും, മറ്റുള്ളവർ ഏറ്റു പറയും. എന്തുവാ ഇതാണ് നടക്കുന്ന ഡ്രാമ, ലോകത്തിൻ്റെ ഡ്രാമ. ഏതായാലും കൊള്ളാം. ദനഹ എന്നുള്ളതിൻ്റെ അർത്ഥം എനിക്കറിയത്തില്ല. ദനഹാപരിതാളം നമ്മൾ ആഘോഷിക്കുന്നു. എല്ലാം നമ്മൾ നല്ലവണ്ണം ആഘോഷിക്കുന്നു. നല്ലത് തന്നെ. ഏതായാലും ആദ്യം തന്നെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിപരീതമാണ് ഈ എല്ലാ സഭകളും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭ, കത്തോലിക്ക സഭ. പിതാവ് എവിടുത്തെ പിതാവാ? കത്തോലിക്ക സഭയിൽ എല്ലാവർക്കും മക്കളുണ്ട്. ഏത് പുരോഹിതനും എത്താനും മക്കളുണ്ടായിരിക്കും, ഇല്ലായിരിക്കത്തില്ല. കാരണം ഇവിടെ നമ്മുടെ പോട്ട ധ്യാന കേന്ദ്രത്തിൽ ആ കള്ളൻ തലപ്പത്തിരിക്കുന്നവൻ പറഞ്ഞു, പിള്ളേരുണ്ടാകുന്നതിനുവേണ്ടി 3 ദിവസം ധ്യാനമുണ്ട്, വരണം. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നത് ഏതായാലും കൊള്ളാം. മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വിശുദ്ധ ബൈബിൾ വായിക്കുവീൻ, വായിച്ച് പഠിക്കുവീൻ. അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും നമ്മളെങ്ങനെ ദൈവത്തെ ആരാധിക്കണം എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ജീവിച്ചാൽ നല്ലത്. നിങ്ങൾക്ക് ഓർത്തഡോക്സ് സഭ പെണ്ണുങ്ങളെ കൊണ്ട് നടക്കുക പറയുന്നത് ആരെങ്കിലും ഒരു സ്ത്രീയെങ്കിലും എനിക്ക് എതിരായിട്ട് പറയാമോ? ഞാൻ പറഞ്ഞുതരാം. നീയൊക്കെ എല്ലാം വീട്ടിലാ, ഭർത്താവും മക്കളും ഉണ്ടെങ്കിൽ തന്നെ അവിടെ ദേവാലയത്തിൽ പുരോഹിതൻ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ സമാജം വാർഷികം മറ്റേത്. അവിടെ ചെന്ന് അവിടെ നിന്ന് എന്തോ നടക്കുന്നത്. ഞാനൊരു ദിവസം ദേവാലയത്തിൽ ചെന്നതും അശൻവികാരി 10-20 പെണ്ണുങ്ങളുണ്ട്. അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്തുവാ? യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 5 സ്ത്രീകളെ കുറിച്ചാണ്. എന്താ ഇനി ഇവൻ്റെ കൂടെ എത്ര പെണ്ണുങ്ങളുണ്ടെന്ന് അവൻ പറഞ്ഞു തരുമോ? പറഞ്ഞു തരത്തില്ല. പോട്ടെ, ഞാനിതൊന്നും പറയുന്നില്ല. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വിശ്വാസികളെ, നിങ്ങൾ ബൈബിൾ വായിച്ച് പഠിക്കുവിൻ. ബൈബിൾ വായിച്ചിട്ട് ഈ പുരോഹിത വർഗങ്ങളുടെ പുറകെ അല്ല പോകേണ്ടത്. നമ്മൾ ദൈവത്തെ അന്വേഷിക്കാൻ പോകേണ്ടത്. അതിന് ദേവാലയത്തിൽ പോകണം. എന്നാൽ
ഈ കള്ളപ്പുരോഹിതന്മാർ പറയുന്നത് കേട്ടനുസരിച്ച് പോകരുത്. അതിനെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. പരീശന്മാർ ശാസ്ത്രിമാരും അവർ പറയുന്നത് കേൾക്കുക അല്ലാതെ നിങ്ങളത് ചെയ്യരുത്. അവർ പറയുന്നതല്ല ചെയ്യുന്നില്ല, നിങ്ങൾ അവർ പറയുന്നത് കേട്ടോ, പക്ഷെങ്കിൽ അത് ചെയ്യരുത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. സത്യത്തിൻ്റെ നീതിയുടെ വഴി പഠിക്കണമെങ്കിൽ ബൈബിൾ വായിക്കണം. നമ്മളെ ഒരു പുരോഹിതനോ മെത്രാനോ നമുക്ക് വേണ്ടി നന്മ ചെയ്യത്തില്ല. അവരുടെ മധ്യസ്ഥത ആവശ്യമില്ല നമുക്ക്. പിന്നെ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സുപ്രീം കോടതിയിൽ നിന്നൊരു ഉത്തരവ് വന്നെന്ന് പറയുന്നു. അതായത് ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ കയറുന്ന പ്രശ്നമോ ക്രിസ്ത്യാനികളുടെ മതവികാരങ്ങൾ ഉറപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ കഠിന തടവ് എന്ന്. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഈ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന കൊടതാഴിയ മറ്റു മതവിഭാഗക്കാരോട് കാണിക്കുന്ന ഇത് എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? നല്ല കാര്യം മക്കളെ. ഏതെങ്കിലും ഒരു ദിവസം ഒരു മെത്രാനോ പുരോഹിതനോ പോകത്തില്ല കോടതിയിൽ. വിശ്വാസികളെ തെരഞ്ഞെടുപ്പിടി ഈ സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പൊക്കി പിടിച്ചോണ്ട് ചെല്ലും, ഞങ്ങളെ വഴിയിൽ തടഞ്ഞു എന്ന് പറഞ്ഞ്. അപ്പോൾ അവരൊരു ചോദ്യം ചോദിക്കും, നിനക്ക് പൊതുവഴി ആരാ തന്നത് നിന്റെ റാസയും കുന്തവും നടത്താൻ? പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ നിനക്ക് അധികാരം തന്നത് ആര്? നിന്റെ ദേവാലയത്തിൻ്റെ ചുറ്റിലുമാകെ നിന്റെ എല്ലാ പരിപാടികളും പൊതുനിരത്തിൽ നിങ്ങൾ പൊതുജനങ്ങളെ പ്രശ്നം ഉണ്ടാക്കുന്നു. അതിന് നിങ്ങളകത്ത് പോകും. അല്ലാതെ ഒന്നും നടക്കുന്നത് പൊക്കി പിടിച്ചോണ്ട് നിന്റെ 1934 ഭരണഘടന പറഞ്ഞ പോലെ ഇതും പൊക്കി പിടിച്ചോണ്ട് അങ്ങോട്ട് ചെന്നിന് നിനക്കൊക്കെ കിട്ടും.